നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഹൈക്കോടതിയിൽ ഡിജിറ്റൈസേഷൻ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നു. കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു സുവർണാവസരമാണ്. ഹൈക്കോടതിയുടെ ഭരണപരമായ ആവശ്യങ്ങൾക്കായി കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്ന ഈ ഒഴിവുകളിലേക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഓൺലൈൻ വഴി അപേക്ഷകൾ ക്ഷണിക്കുന്നു. കോടതി രേഖകൾ ഡിജിറ്റൈസ് ചെയ്യുന്ന സുപ്രധാനമായ പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ് ഈ നിയമനം. നിയമനത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ: സ്ഥാപനം കേരള ഹൈക്കോടതി, തസ്തികയുടെ പേര് ഡിജിറ്റൈസേഷൻ ഓഫീസർ, ആകെ ഒഴിവുകളുടെ എണ്ണം 255, ജോലി ചെയ്യുന്ന സ്ഥലം കേരളത്തിലെ വിവിധ ജില്ലകളിലായി, അപേക്ഷ സമർപ്പിക്കേണ്ട രീതി ഓൺലൈൻ. ഒഴിവുകളുടെ ജില്ലാതല വിവരങ്ങൾ: കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലുള്ള ജില്ലാ കോടതികളിൽ ഡിജിറ്റൈസേഷൻ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടാണ് നിയമനം. ഓരോ ജില്ലയിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകളുടെ ഏകദേശ കണക്ക് നോക്കാം. ഈ ഒഴിവുകൾ കേരളത്തിലെ വിവിധ കോടതികളിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് അവസരം നൽകുന്നു. തിരുവനന്തപുരം 30, കൊല്ലം 25, പത്തനംതിട്ട 10, ആലപ്പുഴ 20, കോട്ടയം 15, തൊടുപുഴ 10, എറണാകുളം 40, തൃശ്ശൂർ 20, പാലക്കാട് 15, മഞ്ചേരി 10, കോഴിക്കോട് 25, കൽപ്പറ്റ 10, തലശ്ശേരി 15, കാസർഗോഡ് 10. യോഗ്യതയും പ്രായപരിധിയും: വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും ഇനി പറയാൻ പോകുന്ന യോഗ്യതകൾ നേടിയിരിക്കണം. 1. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. മലയാളത്തിലും ഇംഗ്ലീഷിലും വായിക്കാനും എഴുതുവാനുമുള്ള കഴിവ് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടറിൽ പ്രവർത്തിക്കാനുള്ള അറിവ്, കോടതി രേഖകൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിൽ പരിചയമുള്ളവർക്ക് പ്രത്യേക മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. പ്രായപരിധി: വിജ്ഞാപനം പുറപ്പെടുവിച്ച തീയതിയിൽ ഉദ്യോഗാർത്ഥിക്ക് 65 വയസ്സ് കവിയാൻ പാടില്ല. 65 വയസ്സിന് മുകളിലുള്ളവരെ ഒരു കാരണവശാലും ഈ പ്രോജക്റ്റിനായി പരിഗണിക്കുന്നതല്ല. ഈ പ്രായപരിധി വിരമിച്ച ഉദ്യോഗസ്ഥർക്കും ബാധകമാണ്. ശമ്പള വിവരങ്ങൾ: ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആകർഷകമായ ശമ്പളമാണ് ലഭിക്കുക. പ്രതിദിനം 1160 നിരക്കിൽ ശമ്പളം ലഭിക്കുന്നതാണ്. പ്രതിമാസം പരമാവധി ലഭിക്കുന്ന തുക 31,320 രൂപ. തെരഞ്ഞെടുപ്പ് പ്രക്രിയയും അപേക്ഷ ഫീസും: റിസോഴ്സ് പൂളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രധാനമായും അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഓരോ ജില്ലയിലും ആവശ്യമായ ഉദ്യോഗാർത്ഥികളെ എണ്ണത്തേക്കാൾ അപേക്ഷകരുടെ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ അഭിമുഖത്തിനായി ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് ഹൈക്കോടതിക്ക് ഏതെങ്കിലും ന്യായമായ മാനദണ്ഡം ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ തെരഞ്ഞെടുപ്പ് രീതിയിൽ ഏത് ഘട്ടത്തിലും മാറ്റങ്ങൾ വരുത്താനുള്ള അവകാശവും ഹൈക്കോടതിക്ക് ഉണ്ടായിരിക്കും. അപേക്ഷാ ഫീസ്: ഈ റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾ യാതൊരുവിധ അപേക്ഷാ ഫീസും നൽകേണ്ടതില്ല. ഇത് ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ആശ്വാസമാണ്. ഓൺലൈനായി അപേക്ഷിക്കേണ്ട വിധം: യോഗ്യതയും താൽപ്പര്യവുമുള്ള ഉദ്യോഗാർത്ഥികൾ നവംബർ 3, 2025 മുതൽ നവംബർ 23, 2025 വരെ ഓൺലൈൻ വഴി മാത്രമേ അപേക്ഷ സമർപ്പിക്കാവൂ. ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള ലളിതമായ ഘട്ടങ്ങൾ നോക്കാം. 1. കേരള ഹൈക്കോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റിലെ റിക്രൂട്ട്മെൻറ്റ് എന്ന ഭാഗത്ത് ഡിജിറ്റൈസേഷൻ ഓഫീസർ ജോബ് നോട്ടിഫിക്കേഷൻ ലിങ്ക് കണ്ടെത്തുക. വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്ത് മുഴുവനായി വായിച്ച് നിങ്ങളുടെ യോഗ്യതയും പ്രവൃത്തി പരിചയവും കൃത്യമായി ഉറപ്പാക്കുക. തുടർന്ന് ഔദ്യോഗിക ഓൺലൈൻ അപേക്ഷാ ലിങ്കിൽ പ്രവേശിച്ച് ഫോം പൂരിപ്പിക്കുക.
ആവശ്യമായ വിവരങ്ങൾ തെറ്റുകളില്ലാതെ കൃത്യമായി പൂരിപ്പിച്ച് ആവശ്യപ്പെട്ട രേഖകൾ അപ്ലോഡ് ചെയ്യുക. പൂരിപ്പിച്ച വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷാ ഫീസ് ആവശ്യമില്ലാത്തതിനാൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഭാവി ആവശ്യങ്ങൾക്കായി അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക്, അപ്ലൈ ലിങ്ക്, ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.